എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? ഒരു സെറ്റിനെ പറ്റിയിട്ടാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും സെറ്റിന്റെ പലതരം സെറ്റുകള് പിന്നെ എന്താണ് വെൺചിത്രം ഉപയോഗിച്ച് എങ്ങനെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം, അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ന് പറയാനുള്ളത് പൂരക ഗണമാണ്. പൂരക ഗണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു സെറ്റില് സമസ്ത ഗണത്തിന്ന് ആ സെറ്റിലെ അംഗങ്ങളെല്ലാം ഒഴിവാക്കിയ കിട്ടുന്ന സെറ്റിനെയാണ് അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സമസ്ത ഗണം നമുക്കറിയാം. ആ, ഏതാണ് എല്ലാ സെറ്റുകളുടെയും ഗണമായിട്ട് വരുന്നതാണ് സമസ്ത ഗണം, അല്ലെ? അതിന്ന് ഈ എ എന്നുള്ള സെറ്റിനെ ഒഴിവാക്കി നിർത്തിയ ബാക്കിയുള്ളതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ് എ ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ എ ഡാഷ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു, എക്സ് നോട്ട് ബിലോങ്സ് ടു ഏതില്? എയില്, അല്ലെ? എയില് അംഗമായിരിക്കാൻ പാടില്ല, പക്ഷെ യുവില് അംഗമായിരിക്കുകയും വേണം. അങ്ങനെയുള്ള സെറ്റുകളെയാണ് എ ഡാഷ് എന്ന് പറയുന്നത്. എ ഡാഷ് എന്ന് പറയുന്നത് യു മൈനസ് എ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. എന്താണ്? സെറ്റ് ഓഫ് ഓൾ യു തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 3 5 7 9. എ ഡാഷ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ എയിലുള്ള അംഗങ്ങള് ഇതിന്ന് വെട്ടിക്കളയുക. അപ്പൊ 1 വെട്ടി, 3 വെട്ടി, പിന്നെ എന്താണ് 5 വെട്ടി, 7 വെട്ടി, 9 വെട്ടി, ബാക്കിയുള്ളത് എഴുതുക. അപ്പൊ അത് ഏതാണ്? അതാണ് എന്തെന്ന് പറയുന്നത്? എ കോംപ്ലിമെന്റ്. എ ഡാഷ് എന്നുള്ളതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എഴുതുക. എ സി എന്ന് എഴുതും, എ ഡാഷ് എന്നും എഴുതും, എ കോംപ്ലിമെന്റ് സൂചിപ്പിക്കാൻ. അപ്പൊ എ കോംപ്ലിമെന്റ് ഇതിലേതാണ്? സെറ്റ് ഓഫ് ഓൾ 2 4 6 8 10, അല്ലെ? ഇതാണ് എ കോംപ്ലിമെന്റ്. അതായത് എയിലുള്ള അംഗങ്ങളെ യുയിൽ നിന്ന് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി എഴുതുന്നതാണ് എ കോംപ്ലിമെന്റ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു എന്ന് പറയണത് ഏതാണെന്ന് തന്നിട്ടുണ്ട്. 1 2 3 4 5 6 ആണ്. എ എന്ന് പറയണത് തന്നിട്ടുണ്ട്, ബി എന്ന് പറയണത് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എ ഡാഷ് ബി ഡാഷ് എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ ഡാഷ് കണ്ടുപിടിക്കണം വെച്ചെങ്കിൽ എയിലുള്ള അംഗങ്ങള് ബിയിൽ നിന്ന് വെട്ടിക്കളയുക. അപ്പൊ 2ഉം 3ഉം വെട്ടിക്കളഞ്ഞ ബാക്കി എന്താ വരിക? എ ഡാഷ് എന്ന് പറയുന്നത് എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ 1 4 5 6 എന്ന് വരും, അല്ലെ? ബി ഡാഷ് എന്ന് പറയുന്നത് എന്ത് വരും? ബിയിലുള്ള അംഗങ്ങള് യുയിൽ നിന്ന് വെട്ടിക്കളയുക. അപ്പൊ എന്ത് വരും? 1 2 6 വരും, അല്ലെ? 1 2 6. ഇനി എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതില് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? സെറ്റ് ഓഫ് ഓൾ 1 6. അതാണ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അതായത് ഇതിന്റെ സംഗമം. സംഗമം എന്നാണ് ഇന്റർസെക്ഷന് പറയാ, യൂണിയന് പറയാ യോഗം എന്ന്, കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ യൂണിയൻ ബി കണ്ടുപിടിക്കുക. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഉള്ള അംഗങ്ങള് അതേതാണ്? 2 3 4 5. അതാണ് എ യൂണിയൻ ബി. ഇനി എ യൂണിയൻ ബി കണ്ടുപിടിച്ചു, അല്ലെ? 2 3 4 5. ഇനി എന്താ പറയുന്നത്? തുടർന്ന് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇത് ഒരു ഫേമസ് തിയറമാണ്. അത് ഡി മോർഗൻസ് ലോ ആണ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇനി എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇത് രണ്ടും തിരിച്ചെഴുതണം. യൂണിയൻ ആണ് ഇവിടെ എങ്കിൽ ഇവിടെ ഇന്റർസെക്ഷൻ ആയിരിക്കും, ഇവിടെ ഇന്റർസെക്ഷൻ ആണെച്ചെങ്കിൽ ഇവിടെ യൂണിയൻ ആയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ തെളിയിക്കാനുള്ളതൊന്നും നമുക്ക് വരാനില്ല. സാധാരണ HSC എക്സാമിന് അതൊന്നും തെളിയിക്കാൻ വരാനില്ല. പക്ഷെ റിസൾട്ട് നിങ്ങളെ എങ്ങനെയാണ് കിട്ടിയത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് എയും എ ഡാഷും തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ എയിലുള്ള അംഗങ്ങളൊന്നും എ ഡാഷിൽ ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ എ ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്?
ശൂന്യഗണം അല്ലെ. അപ്പൊ ശൂന്യഗണത്തിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് പറയാം, ഫൈ എന്ന് പറയാം അല്ലെ. അപ്പൊ എ ഇന്റർസെക്ഷൻ എ ഡാഷ് എന്തായിരിക്കും, ശൂന്യഗണമായിരിക്കും. ഇനി എ ഡാഷ് ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ തന്നെയാണ്. എ കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ തന്നെയാണ്. ഇനി എ ഡാഷ് യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഡാഷും എയും കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും, യു കിട്ടും അല്ലെ. നമ്മൾ ചിത്രത്തിൽ കണ്ടായിരുന്നു, എ ഒഴിച്ച് ബാക്കിയുള്ള യുവിലുള്ള എല്ലാ ഭാഗങ്ങളുമാണ് എ ഡാഷിൽ ഉണ്ടാവുക അല്ലെ. ഇത് എ ആണ് വെച്ചെങ്കിൽ എ ഡാഷിൽ ഉണ്ടാവുക ഇതിന് ചുറ്റുമുള്ള ഭാഗങ്ങളാണ്. അപ്പൊ ഈ എയും എ ഡാഷും കൂടി ചേർന്ന എന്താവും, യു ആവും. അപ്പൊ യു എന്നുള്ളത്. ഫൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമസ്തഗണം അല്ലെ, യു എന്ന് പറയുന്നത്. ഇനി യു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, യുവിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യുവിൽ ഇല്ലാത്ത ഏതെങ്കിലും സംഖ്യകൾ ഉണ്ടാവോ, ഇല്ല. അപ്പൊ ഫൈ എന്നുള്ളതാണ്. ഇനി എ ഡാഷ് ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഞാൻ പറഞ്ഞു ശൂന്യഗണമാണെന്ന് അല്ലെ. എയിലും എ ഡാഷിലും കോമൺ ആയി ഒരു വാല്യൂ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഡി മോർഗൻസ് ലോ എന്താണ്, എ യൂണിയൻ എ ഡാഷ് എ യൂണിയൻ ബി, എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പൊ അടുത്ത എക്സസൈസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. യു ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 3 4 5 6 7 8 9. എ ഈക്വൽ ടു തന്നിട്ടുണ്ട്, ബി സി തന്നിട്ടുണ്ട്. അപ്പൊ എ ഡാഷ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എയിലുള്ള അംഗങ്ങൾ ഇതിന്ന് വെട്ടിക്കളയുക അല്ലെ. 1 2 3 4 വെട്ടിക്കളഞ്ഞ എ ഡാഷിൽ ബാക്കി എത്ര ഉണ്ടാവും, 5 6 7 8 9. ഇതാണ് എ ഡാഷ് അല്ലെ. ഇനി ബി ഡാഷ് എന്ത് വരും, ബിയിലുള്ള അംഗങ്ങൾ ഇതിന്ന് വെട്ടിക്കളയുക അല്ലെ. 2 4 6 8 വെട്ടിക്കളഞ്ഞ ബാക്കി എന്തൊക്കെ ഉണ്ട്, 1 3 5 7 9. അതാണ് ബി ഡാഷ്. ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത് എന്താണ്, എ യൂണിയൻ സി ഹോൾ ഡാഷ്. എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്, എയിലും സിയിലും ഉണ്ടാവണ അംഗങ്ങളെല്ലാം എഴുതിയാലാണ് എ യൂണിയൻ സി അല്ലെ. 1 2 3 4 5 6 ആണ് എ യൂണിയൻ സി. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു എന്ന് ഏത് വെട്ടിക്കളയുക, എ യൂണിയൻ സി വെട്ടിക്കളയണം. അപ്പൊ ഏതാണ്, എ യൂണിയൻ സിയിലുള്ള അംഗങ്ങൾ വെട്ടിക്കളഞ്ഞോളൂ. 1 2 3, അത് കഴിഞ്ഞു 4 കഴിഞ്ഞു 5 കഴിഞ്ഞു 6 കഴിഞ്ഞു, ബാക്കി എത്രയുണ്ട്, 7 8 9. അപ്പൊ ഏതാണ് എ യൂണിയൻ സി എന്ന് എ യൂണിയൻ സി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്, 7 8 9 എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഡാഷ് ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എ ഡാഷ് നമ്മൾ ആദ്യമേ എഴുതിയതാണ്. എ ഡാഷ് എന്താണ്, 5 6 7 8 9 ആണ് അല്ലെ. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇതിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 2 3 4 കിട്ടും അല്ലെ. 1 2 3 4 കിട്ടും. അത് എന്താണ്, എ തന്നെയാണ്. അപ്പൊ എ ഡാഷ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, എ ഡാഷ് ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, എ തന്നെയാണ്. നെക്സ്റ്റ് ബി മൈനസ് സി. ബി മൈനസ് സി ഹോൾ ഡാഷ് കണ്ടുപിടിക്കുക. ബിയിൽ നിന്ന് സി ഒഴിവാക്കിയത്, ബിയിൽ നിന്ന് സിയിലുള്ള അംഗങ്ങളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ 4നെ ഒഴിവാക്കും. പിന്നെ ഏത് ഒഴിവാക്കേണ്ടത്, 6നെ ഒഴിവാക്കണം അല്ലെ. ബാക്കി 2 8 എന്നുള്ളത് വരും. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2 8 ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതാണ് യുയിലുള്ള അംഗങ്ങള്. അപ്പൊ എന്താണ്, 1 3 4 5 6 7 9 അല്ലേ. ഇതാണ് ഏതെന്ന് പറയുന്നത്, ബി മൈനസ് സി ഹോൾ ഡാഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. യു ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ആയാൽ ചുവടെ നൽകിയിരിക്കുന്ന ഗണങ്ങളുടെ പൂരക ഗണങ്ങൾ കണ്ടുപിടിക്കുക. എ ബി സി ആണ് വെച്ചെങ്കിൽ എ ഡാഷ് എന്ത് വരും,
എ ബി സി ഈ യുന്ന് മൈനസ് ചെയ്തിട്ടുള്ളത് അല്ലെ, അത് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പൊ എന്താണ് വരിക? ഡി ഇ എഫ് ജി എച്ച് അല്ലെ. എ ഡാഷ് എന്ന് പറയുന്നത് ഡി ഇ എഫ് ജി എച്ച് ആണ് വരിക. ഇനി ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കിയിട്ടുള്ളത്, ഡി ഇ എഫ് ജി ഒഴിവാക്കിയ ബാക്കി എന്ത് വരും? എ ബി സി എച്ച് വരും. എ ബി സി എച്ച് വരും. നെക്സ്റ്റ് സി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? സി ഒഴിവാക്കിയത്, അതായത് എ സി ഇ ജി ഒഴിവാക്കണം. അപ്പൊ ഏത് വരും? ബാക്കി ബി ഡി എഫ് എച്ച് അല്ലെ. ഇനി ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കുക അല്ലെ. ഏത് ഒഴിവാക്കണം? ഡി ഒഴിവാക്കണം അതെന്ന്. അപ്പൊ എഫ് ഒഴിവാക്കി, ജി ഒഴിവാക്കി, എച്ച് ഒഴിവാക്കി, പിന്നെ എന്ത്? എ ഒഴിവാക്കി. അപ്പൊ ബി സി ഡി ഇ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ബി സി ഡി ഇ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പൂരകം എന്ന് പറഞ്ഞ കോംപ്ലിമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എണ്ണൽ സംഖ്യാ ഗണത്തെ സമസ്ത ഗണമായി പരിഗണിച്ച് ചുവടെ തന്നിരിക്കുന്ന ഗണങ്ങളുടെ പൂരക ഗണങ്ങൾ കണ്ടുപിടിക്കുക. എക്സ് ഒരു ഇരട്ട എണ്ണൽ സംഖ്യ. അപ്പോ എണ്ണൽ സംഖ്യയിൽ നിന്ന് ഇരട്ട എണ്ണൽ സംഖ്യയെ ഒഴിവാക്കിയ ബാക്കി കിട്ടുക പിന്നെ എന്താണ്? ഒറ്റ എണ്ണൽ സംഖ്യ അല്ലെ. അപ്പോ അതിന്റെ പൂരക ഗണം എങ്ങനെ എഴുതുക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു ഒറ്റ എണ്ണൽ സംഖ്യ. ഇനി നെക്സ്റ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു ഒറ്റ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ പൂരകം എന്ന് പറഞ്ഞാൽ ഇരട്ട എണ്ണൽ സംഖ്യ വരും അല്ലെ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് വരിക കോംപ്ലിമെന്റ് എടുക്കുമ്പോ. ഇനി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് 3ന്റെ ഒരു അതിസംഖ്യാഗുണിതമാണ്. എന്ന് പറയുമ്പോൾ അതിസംഖ്യ ഗുണിതമല്ലാത്തതാണ് ബാക്കി വരിക അല്ലെ. അപ്പൊ എങ്ങനെയാണ് എഴുതുക? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് 3ന്റെ എന്താ ഗുണിതമല്ല എന്നുള്ളതാണ് അല്ലെ. ഗുണിതമല്ലാതിരിക്കണം. ഇനി നെക്സ്റ്റ് എന്താ വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു അഭാജ്യ സംഖ്യ. അപ്പൊ എന്താണ്? അത് അഭാജ്യ സംഖ്യ. അപ്പോ അതിന്റെ കോംപ്ലിമെന്റ് വരുമ്പോ എന്ത് വരും? അതായത് ഭാജ്യസംഖ്യകൾ വരും അല്ലെ. പോസിറ്റീവ് ഭാജ്യസംഖ്യകൾ വരും. കാരണം എന്താണ്? പോസിറ്റീവ് ഭാജ്യസംഖ്യകളും പിന്നെ എക്സ് ഈക്വൽ ടു 1 അല്ലെ, ഓർ എക്സ് ഈക്വൽ ടു 1 വരും. കാരണം എന്താണ്? അഭാജ്യസംഖ്യകള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എണ്ണൽ സംഖ്യകളിലാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണൽ സംഖ്യാ ഗണത്തെ സമസ്ത ഗണമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് ഭാജ്യ സംഖ്യകള് പിന്നെ എക്സ് ഈക്വൽ ടു 1. ഇനി നെക്സ്റ്റ് എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് 3 കൊണ്ടും 5 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഒരു എണ്ണൽ സംഖ്യ. അപ്പൊ എന്താണ്? ബാക്കി വരുന്നതാണ് കോംപ്ലിമെന്റിൽ വരിക അല്ലെ. അപ്പൊ എന്താണ് പറയാ? എക്സ് പോസിറ്റീവ് സംഖ്യയാണ്. എന്തില്ലാത്തത്? ഡിവിസിബിൾ അല്ലാത്തത്. എന്തുകൊണ്ട്? 3 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ അല്ലാത്ത ബാക്കിയുള്ള എണ്ണൽ സംഖ്യകള്. ഇനി നെക്സ്റ്റ് എന്താ പറയാ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു പൂർണ്ണവർഗം അല്ലാത്തത്. അപ്പോ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ, അതായത് പൂർണ്ണവർഗം അല്ലാത്ത സംഖ്യ. ഇനി പൂർണ്ണഘനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ക്യൂബ് റൂട്ട് അല്ലെ, ക്യൂബ്. അപ്പൊ എന്താണ്? പൂരകഗണം അതായത് കോംപ്ലിമെന്റിൽ എന്താ വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു പൂർണ്ണ ഘനം അല്ലാത്ത എണ്ണൽ സംഖ്യ. നെക്സ്റ്റ് എന്താ പറയാ? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് 5 ഈക്വൽ ടു 8. അപ്പൊ എന്താണ്? എക്സ് നോട്ട് ഈക്വൽ ടു എന്താവണം? 8 - 5 എത്രയാണ്? 3. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 3 അല്ലെ.
അതാണ് പൂരക കോംപ്ലിമെന്റ്. ഇനി നെക്സ്റ്റ് എന്താണ്? 2x+5 = 9 എന്ന് പറഞ്ഞാൽ 2x+5 = 9 എന്ന് പറഞ്ഞാൽ 2x = 4 അല്ലെ? അപ്പൊ x എന്താണ്? 2 വരും. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോ എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 2 അല്ലെ? എക്സ് നോട്ട് ഈക്വൽ ടു 2, എക്സ് ബിലോങ്സ് ടു n. നെക്സ്റ്റ് എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അപ്പൊ എന്താണ്? പൂരക ഗണമായിട്ട് അതായത് കോംപ്ലിമെന്റ് ആയിട്ട് വരിക സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്താണ്? ഈക്വൽ ടു ഇതിൽ ചേരുന്നുണ്ട്. അപ്പോ ലെസ് ദാൻ 7, എക്സ് ബിലോങ്സ് ടു n. എക്സ് ലെസ് ദാൻ 7, എക്സ് ബിലോങ്സ് ടു n. നെക്സ്റ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n കൂടാതെ 2x+1 ഗ്രേറ്റർ ദാൻ 10. 2x+10 ഗ്രേറ്റർ 2x+1 ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ 2x ഗ്രേറ്റർ ദാൻ എന്ത് വരും? 9 എന്ന് വരും. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ എന്തെന്ന് വരും? എക്സ് ഗ്രേറ്റർ ദാൻ 9/2 അല്ലെ? അപ്പൊ നമുക്ക് അടുത്തത് അപ്പൊ അതിന്റെ പൂരകം എന്ന് പറയുമ്പോ അതായത് അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോ എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n ആണ് ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/2 അല്ലെ? അതും കൂടി വരില്ലേ? 9/2 ഇതിലില്ലല്ലോ. അപ്പൊ ഇതില് വേണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/2. നെക്സ്റ്റ് u ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 3 4 എല്ലാം തന്നിട്ടുണ്ട്. എയും ബിയും തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഡിമോർഗൻസ് ലോ ശരിയാണെന്ന് തെളിയിക്കാനാണ്. ഇതൊന്നും വരാറില്ല സാധാരണ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ എ യൂണിയൻ ബി ഹോൾ ഡാഷ് കാണാൻ പറയാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് കാണാം, അല്ലെങ്കിൽ ഡിമോർഗൻസ് ലോ എന്താണെന്ന് വരാം. അങ്ങനെ എക്സാമിന് HSA എക്സാമിന് അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ. എങ്കിലും നമുക്ക് നോക്കാം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഏതാന്ന് നോക്കുക. എയും ബിയിലും അംഗങ്ങളെ എഴുതുക. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ യൂണിയന് എ യൂണിയൻ ബി മൈനസ് ചെയ്തിട്ടുള്ളതാണ് എഴുതേണ്ടത്. അപ്പൊ അത് തന്നെയാണ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എ ഡാഷിൽ എയിലുള്ള അംഗങ്ങളെല്ലാം യുന്ന് വെട്ടിക്കളഞ്ഞാൽ എ ഡാഷ് കിട്ടും. പിന്നെ ബിയിലുള്ള അംഗങ്ങളെല്ലാം യുന്ന് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബി ഡാഷ് കിട്ടും. അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള അംഗങ്ങളെ എഴുതുക. അപ്പൊ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് തന്നെയാണ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അങ്ങനെ തന്നെ ഇതും എഴുതാം. ഇനി ബാക്കി നമുക്ക് നോക്കാം. ചുവടെ തന്നിരിക്കുന്ന ഗണങ്ങളെ സൂചിപ്പിക്കുന്നത് അനുയോജ്യമായും വെൺചിത്രങ്ങൾ വരയ്ക്കുക. ഇതൊന്നും വരയ്ക്കാൻ വരാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലും ബിയിലും അംഗങ്ങളെല്ലാം ഉള്ളതാണ് എ യൂണിയൻ ബിയില് അല്ലെ? അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രം വരും അല്ലെ? എ യൂണിയൻ ബി വരില്ല, ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രമാണ് എ യൂണിയൻ ബി ഹോൾ ഡാഷിൽ വരിക. ഇനി എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയും ഇതാണെന്ന് വിചാരിക്കുക. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ ഇല്ലാത്ത ബാക്കി എല്ലാത്തിലും ഉള്ളത് അല്ലെ? ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഇല്ലാന്റെ ബാക്കിയെല്ലാം അല്ലെ? അപ്പൊ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്താണെന്ന് നമ്മള് അതില് അടയാളപ്പെടുത്താനാണ് പറയുന്നത്. ഇനി എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. ഇതും അങ്ങനെ തന്നെ. എ ഇന്റർസെക്ഷൻ ബി രണ്ടിനും കോമൺ ആയിട്ടുള്ളത് ഒഴിവാക്കി ബാക്കിയുള്ളതാണ്. അപ്പൊ എന്ത് വരിക? എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. ഇത് ഒഴിവാക്കി ബാക്കിയെല്ലാം സമസ്ത ഗണത്തില് ബാക്കിയെല്ലാം വരുന്നതാണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. അല്ലെങ്കിൽ ഇനി എന്താണ്? ഇതിനെ നമുക്ക് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്നും എഴുതാം അല്ലെ? ഇത് ഡിമോർഗൻസ് ലോ വെച്ചിട്ട് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് എഴുതാം. ഇനി എ ഡാഷ് യൂണിയൻ യു ഒരു തലത്തിലെ മുഴുവൻ ത്രികോണങ്ങളുടെ ഗണവും എ ഒരു കോണ അളവെങ്കിലും 60 ഡിഗ്രി അല്ലാത്ത ത്രികോണങ്ങളുടെ ഗണവും ആയാൽ എ ഡാഷ് എഴുതുന്ന വിധം എങ്ങനെയാണ് എ ഡാഷ് എഴുതുക? എ ഡാഷ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്താണ്?
എ ഡാഷ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണം അല്ലെ, സമഭുജ ത്രികോണങ്ങളിൽ ആണ് ഇതിന്റെ പൂരകം, അതായത് എ ഡാഷ് വരിക. ഇനി നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാകുന്ന വിധം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എ യൂണിയൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയും എ ഡാഷും കൂടിയ നമുക്ക് എന്താ കിട്ടുക? യു കിട്ടും അല്ലെ. 5 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമസ്ത ഗണം അല്ലെ. യു ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ് വരിക? എ ആണ് വരിക. എ ഇന്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എയിലും എ ഡാഷിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ അത് 5 ആണ് വരിക. യു ഡാഷ് ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യയില്ല അല്ലെ. യു സമസ്തഗണാണ്, എല്ലാത്തിലും ഉണ്ടാവണതാണ്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. 5 ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 തന്നെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് റാഷണലൈസ് ചെയ്ത ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി കുറച്ച് പരിശീലന പ്രശ്നങ്ങളും കൂടി ഉണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.